തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന്റെ സമരം പുരോഗമിക്കുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിച്ചു 1000 രൂപ. എന്നാലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ആശാ വർക്കേഴ്സ് തുടരുകയാണ്. നാളെ മഹാസമര പ്രഖ്യാപന റാലി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 265-ാം ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തുന്ന സമരം. ഫെബ്രുവരി 10-നാണ് അവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അത് പെൻഷൻ വർദ്ധിപ്പിക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം തുടരുന്നത്. അതിന്റെ ഒരു തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ സമരപന്തലിൽ നിന്ന് ആശാ വർക്കേഴ്സ് പറയുന്നത്. അത് ഏത് വിധേനയാണെങ്കിലും അല്ലെങ്കിൽ പുതിയ സമരരീതി തുടരും. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്, കഴിഞ്ഞ ദിവസം 1000 രൂപ ഓണറേറിയം മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു വർദ്ധിപ്പിച്ചുകൊണ്ട്. പക്ഷേ അത് എത്രയോ ചെറുത് എന്നുള്ളതാണ് ആശാ വർക്കർമാരുടെ പ്രതികരണമായി വരുന്നത്. കാരണം അവർ 21,000 രൂപ ഓണറേറിയം ആക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ സമരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം അവർക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക, ഈ ആവശ്യങ്ങളൊന്നും ഈ 265 ദിവസമായിട്ടും സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ സമരം തുടരും. ഈ 1000 രൂപയിൽ അവർ സംതൃപ്തരല്ല. പക്ഷേ ഈ 1000 രൂപ വർദ്ധിപ്പിച്ചതും അവരുടെ സമര വിജയമായി കാണുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ കുറച്ച് ആശമാരാണ് ഇവിടെ ഉള്ളത്. ചേച്ചി, എങ്ങനെയാണ് സമരം തുടരാൻ തന്നെയാണോ തീരുമാനം? നാളെയാണ് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. സമരപ്പന്തൽ നിലനിർത്തണമോ വേണ്ടയോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നാളെ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം വരും. പിന്നെ പക്ഷെങ്കിൽ സമരം നമ്മുടെ 21,000 രൂപയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സമരം തുടരും. ഈ 1000 രൂപ കൂട്ടിയതിൽ സംതൃപ്തരാണോ നിങ്ങൾ? ഇത് വളരെ തുച്ഛമായൊരു തുകയാണ്, എങ്കിലും ഇത് നമ്മുടെ സമരത്തിന്റെ വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും എസ്കെൻ, കാരണം സമരം ചെയ്ത് ഇതുവരെ പരിചയമില്ലാത്ത സ്ത്രീകൾ 265 ദിവസമായി സമരം ചെയ്യുന്നു. അതിന്റെ ഭാഗമായി 265 ദിവസങ്ങൾക്ക് ശേഷം 1000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഒരു ഉത്തരവ് വരുന്നു. അത് തങ്ങളുടെ സമരവിജയമായി തന്നെയാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ കാണുന്നത്. പക്ഷേ അവർ അതിൽ സംതൃപ്തരല്ല. ഇനി നാളെ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മഹാറാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സമരം ഏത് രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്.